ബാലേന്ദ്ര സാറേ, ഞാൻ ആദ്യം തന്നെ കുറച്ച് കണക്കുകൾ പറയാം. 2009 454, 2014 464, 2019 421, 2024 ഇതുവരെ 278, ഒരുപക്ഷെ 298 300 വരെ പോയേക്കും. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ 120 സീറ്റുകൾക്ക് താഴെയാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ ഒരേ സമയത്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണ്ടേ സാറേ? അല്ല, ഇവിടെ അങ്ങനെ രാഹുലിന് പ്രധാനമന്ത്രിയാകണമെന്ന് സാധ്യമില്ല. ഇത്തവണ മൂന്നാം ഊഴത്തിലും മോദി പ്രധാനമന്ത്രിയാകും എന്ന ഒരു സാർവത്രികമായ ഒരു അംഗീകാരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയായാലും മോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം. അതിനാവശ്യമായ ഒരു ഇന്ത്യ മുന്നണിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ അവരുടെ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അവരൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ ആരാണ് വലുത് ആരാണ് ചെറുത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോവാൻ, എല്ലാവർക്കും ആവശ്യമായ അർഹിക്കുന്ന സീറ്റുകൾ കൊടുത്ത് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത് മുന്നോട്ട് പോവുക എന്ന അർത്ഥത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. അല്ലാതെ സീറ്റുകളുടെ എണ്ണമല്ല ഇപ്പോൾ പ്രശ്നം. കാരണം എൻ്റെ ഉപ്പുപ്പാക്കാർ ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും അതുപോലെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ് കുറച്ച് ബലക്ഷയമുണ്ട്. അന്നുണ്ടായിരുന്ന നേതാക്കന്മാരല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ശിഥിലമായി കിടക്കുന്ന കോൺഗ്രസിനെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഐക്യമുന്നണിയെ ഒന്ന് ബലപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് കുറച്ച് സീറ്റുകളിൽ മത്സരിക്കുകയും ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവകാശം ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോഴും ഞാനൊരു സാറിനോട് സംശയം ചോദിക്കുന്നതാണ്. ഈ സംശയം സാറിനോട് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. കാരണം സാറ് വെറും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ ഉന്നത സ്ഥാനങ്ങളിരുന്ന ആളാണ്. DCC പ്രസിഡന്റായും KSUവിൻ്റെ പ്രസിഡന്റായിട്ടും ഒക്കെ ഇരുന്ന ഒരു അനുഭവം സാറിനുണ്ട്. കോൺഗ്രസ് മനസ്സിൽ എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ള സാറിന് വ്യക്തമായിട്ട് അറിയാം എന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. 2014 44 സീറ്റുകൾ മാത്രം കോൺഗ്രസ് നേടിയ തെരഞ്ഞെടുപ്പിൽ 464 സീറ്റിൽ മത്സരിച്ചിരുന്നവർ 2019 421 സീറ്റിൽ മത്സരിച്ചു. അന്ന് 52 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. അതായത് ഒരു തിരിച്ചടി കിട്ടിയിട്ടും സീറ്റുകൾ കാര്യമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്നൊരു അനുഭവവും ചരിത്രവും കോൺഗ്രസിനുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെത്തുമ്പം 300-ലും താഴെ പോവുകയാണ്. അത് ഈ മോദിയെ താഴെ ഇറക്കാം എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിട്ടാണോ ചെയ്യുന്നത്? അത് അനുഭവമാണല്ലോ ഒരു പാഠം പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രായോഗികതയുടെ കലയാണ് രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായി പ്രായോഗികമായി ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഇപ്പം മോദിജിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക സ്റ്റൈലിൽ പ്രത്യേകമായ ഒരു ഹിന്ദുത്വ അജണ്ടയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ നേരിടാൻ ആവശ്യമായ തരത്തിലാണ് ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ ചിലയിടത്ത് ജയിച്ചു ചിലയിടത്ത് പരാജയപ്പെട്ടു ആ മുന്നണി രൂപീകരണ കാര്യത്തിൽ. അപ്പോൾ ഒന്ന് ബംഗാളിൽ ഐക്യമുന്നണിയിൽ മമതയെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. എന്ത് വിട്ടുവീഴ്ച ചെയ്തു? കാരണം 42 സീറ്റ് മറ്റോ ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയ കാര്യത്തിൽ ഒരാളുടെ സീറ്റിൻ്റെ കാര്യത്തിലാണ്, ചൗധരിയുടെ സീറ്റിൻ്റെ കാര്യത്തിലാണ് മമത വഴങ്ങാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ അതുകൂടെ ഈ മുന്നണിക്കകത്ത് വന്നിരുന്നെങ്കിൽ ചിത്രം വളരെയേറെ മെച്ചപ്പെടുമായിരുന്നു. ഞാൻ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിരുന്ന ചോദ്യം അതാണ്. കോൺഗ്രസ് സാറ് പറഞ്ഞ പോലെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പക്ഷേ ബംഗാൾ പോലുള്ള ചില സ്ഥലങ്ങളിൽ ഒരു നിസാര കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. സാറ് പറഞ്ഞതുപോലെ ഈ ഇന്ത്യ മുന്നണി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മുന്നണിയിൽ തുടക്കത്തിൽ നിന്ന ആളാണ് മമതാ ബാനർജി എന്ന് പറയുന്നത്. മമത ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഏറ്റവും ശക്തമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം ഈ ചൗധരിക്കെതിരായിട്ടാണ് മമത നിൽക്കുന്നത്. അപ്പം ചൗധരി പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിട്ടുകൊണ്ടു പോകുന്നത് ശരിയല്ല, ധാർമ്മികതയല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ കൈവിടാതിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുക മറ്റോ ചെയ്യുമെന്നുള്ള ഭയം കൂടി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ബംഗാളിൽ ഒരു മുന്നണിയിൽ മമതയെ കൂട്ടാൻ കഴിയാതെ പോയത്. മഹാരാഷ്ട്രയിലെ കാര്യം കൂടെ എടുക്കാം സാർ. മഹാവികാസ് അഘാടി സഖ്യം, അവിടെ ഇപ്പോൾ NCPയും അതുപോലെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ ഒരു വിഭാഗവും ഒക്കെ ചേർന്നാണ് അവർ മത്സരിക്കുന്നത്.
മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ 24-25 സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് 17 സീറ്റുകളാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതും അവസാന വട്ടം വരെ അവർ ചില സീറ്റുകൾക്ക് വേണ്ടി ആഞ്ഞു പരിശ്രമിച്ചു. അപ്പോഴും ഉദ്ധവ് താക്കറെ ആണെങ്കിലും ശരത് പവാർ ആണെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇത്രയേ തരാൻ പറ്റൂ, ഇതുകൊണ്ട് പോകണം എന്ന അവസ്ഥ വന്നപ്പോൾ ഒടുവിൽ കോൺഗ്രസ് സമ്മതിക്കുന്ന അവസ്ഥ വന്നു. ഈ മോദിയെ ഇറക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് പ്രതിപക്ഷത്തിൽ ഒരു പ്രാധാന്യമില്ലാത്ത കക്ഷിയായിട്ട് കോൺഗ്രസ് മാറുന്ന ഗതികേട് വരുമോ സാർ? പിടിവാശി പിടിച്ച് ഒരു ആനയോട് ഏറ്റുമുട്ടി പിന്മാറുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി പ്രായോഗികമായി യോജിപ്പിക്കാവുന്നവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട്, പിന്നെ കോൺഗ്രസ് കടുംപിടുത്തം പിടിക്കുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റുകയാണ്. കടുംപിടുത്തം പിടിക്കുന്നില്ല, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ സീറ്റുകളിൽ ഒതുങ്ങുന്നു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകാം എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ് മത്സര രംഗത്ത് വന്നപ്പോൾ, ഇത്രയും കാലം മാറിയപ്പോൾ, ഇപ്പോൾ പല വാഗ്ദാനങ്ങളുടെയും ഒടുവിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായി മഹാരാഷ്ട്രയിൽ ചില്ലറ കുഴപ്പങ്ങളല്ല, വലിയ പിന്തള്ളൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവിടെ 17 സീറ്റിൽ ഉറച്ചു നിൽക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയെ സ്ഥാനം പോലും അപ്പോൾ കോൺഗ്രസ് ഇതിനു വേണ്ടി വേണ്ടാന്ന് വയ്ക്കും എന്ന് തന്നെയാണോ ഇതിനർത്ഥം? വേണ്ടി വന്നാൽ, അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന അതിഭീകരനായിട്ടുള്ള അല്ലെങ്കിൽ അതിഭീമാകാരനായി ഇന്ത്യയിൽ വളർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർത്ത് തോൽപ്പിക്കാൻ തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി തന്നെയാണ്. എന്നല്ല, ഐക്യമുന്നണി, ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഐക്യമുന്നണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഐക്യമുന്നണിക്കകത്ത് ശൈഥില്യം ഉണ്ടാകാൻ പാടില്ല. അതിന് ഞാനാണ് വലിയവൻ എന്ന്, ഞാനാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നില്ല. ഞാൻ ഒഴിയാൻ തയ്യാറാണ്. അർഹപ്പെട്ടവർ അന്ന് ഇപ്പോൾ ജയിച്ചു വന്നതിന് ശേഷം ഉള്ള പാർലമെൻറ്റ് അംഗങ്ങൾ കൂടിയാണ് പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ആരാണോ അവർ പ്രധാനമന്ത്രിയാവട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മോദിക്ക് എതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് നിലവിൽ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെന്ന് സാറ് കരുതുന്നുണ്ടോ? അല്ല, അത് ഉയർന്നു വരും സ്വാഭാവികമായി. ഖാർഗെയുണ്ട്, അതുപോലെ ആരെങ്കിലും ഉയർന്നു വരും. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഇല്ലാത്തവർ തന്നെ കളം മാറി ചവിട്ടി ഈ മുന്നണിയിലേക്ക് കടന്നു വരാം. അതായത് സാർ പറയുന്നത് ഒരുപക്ഷെ എൻ ഡി എയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ എൻ ഡി എയുമായിട്ടും ഇന്ത്യ മുന്നണിയായിട്ടും താല്പര്യമില്ലാതിരിക്കുന്ന മമതയെ പോലുള്ള ആളുകളിൽ നിന്നോ ഒക്കെ ആരെങ്കിലുമൊക്കെ വന്നേക്കാം. കാരണം മമത തന്നെ 10-20 സീറ്റുകളിൽ കൂടുതൽ പിടിച്ചാൽ മമതയ്ക്ക് കൂടായില്ല. കാരണം ബംഗാൾ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ബുദ്ധിയുടെ തലച്ചോറ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വമ്പന്മാരായ നേതാക്കന്മാരുടെ ചരിത്രവും ബംഗാളിൻ്റെ ചരിത്രവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതിറ്റാണ്ടുകളോളം ജയിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന അവിടെ തൂത്തടിച്ച് കളഞ്ഞു മമത. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഒരു കോറമ്പൽ പോലെ ഒരു സംഘം അവിടെ ഉണ്ടെങ്കിലും മമത അവിടെ ജയിച്ച് കയറും. പഴയ സീറ്റുകൾ കിട്ടത്തില്ല. അപ്പോൾ സാറ് പറഞ്ഞ പോലെ മറ്റൊരു നേതാവ് ഉദിച്ചുയരാം ഈ ഉദിച്ചുയരാം. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ സാറിനെ ചോദിക്കുകയാണ്, സാറിൻ്റെ തന്നെ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെയുള്ള മറ്റൊരു കക്ഷിയുണ്ട്, CPM. ഇടതുപക്ഷം ഈ ഉദിച്ചു വരുന്ന പട്ടികയിലുള്ളതാണോ? ഇടതുപക്ഷമുണ്ട്, പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പണ്ട് ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടും മാർക്സിസ്റ്റ് പാർട്ടി സമ്മതിച്ചില്ല. പിന്നൊന്ന്, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് 10-40 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ജീവൻ മരണ പോരാട്ടം നടത്തുന്നത് അവരുടെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നിലനിർത്താൻ വേണ്ടിയാണ്. അവരുടെ കൊടിയും അവരുടെ ചിഹ്നവും നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരും ആ സ്ഥാനത്തേക്ക് ഉദിച്ചുയർന്നു വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. സാർ, രാഹുൽ ഗാന്ധിയിൽ കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? രാഹുൽ ഗാന്ധി ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വളരെ മിതമായിരുന്നു, സംശയാസ്പദമായിരുന്നു. പലതരത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ചുരുങ്ങിപ്പോയി. പക്ഷേ ആ രാഹുൽ ഗാന്ധിയാണ് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ, ജോഡോ ന്യായ യാത്ര 2 കഴിഞ്ഞപ്പോൾ അദ്ദേഹം കെൽപ്പുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആളുകൾ കേട്ടു തുടങ്ങി. തന്നെയല്ല, അദ്ദേഹം നടത്തിയ റോഡ് ഷോകൾ, മീറ്റിങ്ങുകളൊക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ ഈ മാനിഫെസ്റ്റോയിൽ ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടതാണ്
എന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് ആവശ്യമാണ്. ഇത് വരേണ്യവർഗം കയ്യിൽ ഒതുക്കി പിടിച്ചിരുന്ന ഒരു ഭരണ സാരഥ്യത്തെ ഇനി ജാതി സംവരണത്തിലൂടെ കുറച്ച് മാറ്റിമറിച്ച് കൊണ്ടുവരണം എന്ന അർത്ഥത്തിലാണ് ജാതി സംവരണം വേണം, ജാതി സെൻസസ് വേണം എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ സാർ എന്തെങ്കിലും ക്വാളിറ്റീസ് കാണുന്നുണ്ടോ? അല്ല, പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ഞാൻ ഒരുപാട് ക്വാളിറ്റീസ് കാണുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്, അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്, അദ്ദേഹം ഈ കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കനാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് രാമക്ഷേത്രം. ഇപ്പോൾ തന്നെ ഇതിൽ മാനിഫെസ്റ്റോയിൽ അദ്ദേഹം ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്, രാവണോത്സവം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, അത് പിന്നെ വേറെ ഒരു ടോപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. രാമനും രാമക്ഷേത്രവും രാവണോത്സവവും ഒക്കെ നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ അദ്ദേഹം കൃത്യമായി ഇപ്പം തന്നെ 5ാം പ്രാവശ്യമാണ് മോദി കേരളത്തിലെത്തുന്നത്. ഇപ്പോൾ കുന്നംകുളത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പോലും. അപ്പോൾ ഇനിയിപ്പോൾ കാട്ടാക്കട വരാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഒരു 5 പ്രബലരായ BJP കാൻഡിഡേറ്റുകളിൽ 1-2 പേരെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം എന്നുള്ള വാശിയാണ് BJPക്കുള്ളത്. അത് കണ്ടറിയണം എന്നുള്ളത് വേറെ കാര്യം. സാർ, അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള MP ആണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും ഇല്ല, ഒരു MP ഇല്ല. എന്നിട്ട് പോലും മോദി സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ 5 തവണ എത്തുന്നു. ഇപ്പോൾ ഒരു ദിവസം തന്നെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായിട്ട് എത്തുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒതുങ്ങി പോവുകയാണ് സാറേ? അല്ല, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമ്പാക്റ്റ് മലബാറിലേറെയുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും അദ്ദേഹം വരും. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ വ്യക്തിപ്രഭാവം വയനാട്ടിൽ നിന്നാൽ ജയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മറ്റങ്ങും പോയി മത്സരിക്കാൻ തയ്യാറാവാത്തത്. കാരണം ജയിക്കുന്ന ഒരു മണ്ഡലം വിട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പാമേടിയിൽ മത്സരിക്കണമെന്ന് ആളുകൾ ചോദിക്കുന്നു, പറയുന്നു. അപ്പോൾ അത് വേണ്ട, വയനാട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നു. രാഹുൽ ഗാന്ധി അത് നിശ്ചയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ? രാഹുൽ ഗാന്ധി ആകാം, പക്ഷേ BJP ആണ് ജയിക്കുന്നതെങ്കിൽ സംശയമില്ല നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. എങ്കിലും സംശയാസ്പദമാണ്, ഇന്ത്യ മുന്നണി മുന്നോട്ട് കയറി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. അപ്പോൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും വരും, ഇന്ത്യ മുന്നണി ശക്തമായിട്ട് പ്രതിപക്ഷ നിലയിലുണ്ടാവും എന്നല്ല. ഇന്ത്യ മുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഒരു പ്രധാനമന്ത്രി വരും. അത് രാഹുൽ ഗാന്ധിയും ആകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.